നമ്മളിപ്പോ ഒരു 3 പേരുള്ള ഈ വീഡിയോക്കകത്ത്. തുടർച്ചയായിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ 4 പേരായിരുന്നു. പക്ഷെ ഒരാളെ കുറവുണ്ട്. നിസാം നമ്മുടെ കൂട്ടത്തിൽ കുറവുണ്ട്. പക്ഷെ പുള്ളിക്കാരന് ജോലിയുടെ ഭാഗമായിട്ട് പോയേണ്ടി വന്നു. അതിന്റെ അർജന്റായിട്ട് പോയേണ്ടി വന്നു. അപ്പൊ ഞങ്ങൾ 3 പേരായിട്ട് ഒരു വീഡിയോ. അപ്പൊ നിസാം പറഞ്ഞു, എടാ ഞാൻ ഇതിന് കുഴപ്പമില്ല, വീഡിയോ മുടക്കല്ലേ എന്ന് പറഞ്ഞ് വീഡിയോ നിങ്ങൾ സപ്പോർട്ട് നമ്മളോടുണ്ട്. 2K കിഡ്സും 90s കിഡ്സും. അപ്പൊ അവരുടെ 2 പേരെ ജീവിത രീതിയാണ് പറയാൻ പോകുന്നത്. 2K കിഡ്സ് ഇവന്റെ ഏജും കമ്പയർ ചെയ്യും. പക്ഷെ നമുക്ക് അങ്ങനൊന്നുമില്ല. നമുക്ക് 60 വയസ്സുള്ള കൂട്ടുകാരുണ്ട്, 50 വയസ്സുള്ള കൂട്ടുകാരുണ്ട്, 20 വയസ്സുള്ള കൂട്ടുകാരുണ്ട്, 18 വയസ്സുള്ള കൂട്ടുകാരുണ്ട്. നമുക്ക് എല്ലാ ജനറേഷനായിട്ട് കമ്പനിയും ഉണ്ട്, കൂട്ടുകാരും ഉണ്ട്. നമുക്ക് മുമ്പിലുള്ള 90s കിഡ്സിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ ഗേയ്സ്, അപ്പൊ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം. എന്താണ് 2 പേരുണ്ട് 90s കിഡ്സിലുള്ള, ഞാനുണ്ട്, രാഹുലുണ്ട്. അപ്പൊ 2K കിഡ്സിലുള്ളത് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് രാഹുൽ എന്ന് പറയുന്ന രാഹുൽ രവീന്ദ്രനുണ്ട്. അപ്പം നീ പഠിച്ച രീതി എങ്ങനെയായിരുന്നു പറ. ഗോലി കളിക്കുവോ? ഗോലി കളിക്കുവോ? അല്ല ഞാൻ ചോദിച്ചത് സ്കൂളിൽ ഗോലി കളിച്ചോ? ക്രിക്കറ്റ് എക്സാമിന്റെ ബോർഡ് ഉണ്ടല്ലോ, ബോർഡ് വെച്ചിട്ട് പേപ്പർ നമ്മളെ സ്റ്റമ്പ് എന്ന് പറഞ്ഞാൽ തെങ്ങായിരിക്കും. അല്ലല്ല തമാശയല്ല. ഒരു തെങ്ങ് ഇവിടെ കാണും, അപ്പുറത്ത് ഒരു തെങ്ങ് കാണും. അല്ല തമാശയല്ല. DUPC ഞാൻ പഠിച്ചപ്പോൾ ഉള്ള കാര്യം പറയാം. നീ എന്നോട് ക്ലാസ്സിനകത്തും കളിക്കും, ഈ ബോർഡ് വെച്ചോണ്ട് കളിക്കും. 3 ബെഞ്ച് അടുപ്പിച്ചിടുക, അതിന്റെ മണ്ടേക്കട ഓടി അപ്പുറത്ത് ചാടുക, അതിനകത്ത് ഏറ്റവും കൂടുതൽ ചാടുന്ന ആരാ, അങ്ങനെയുള്ള സംഭവം ഉണ്ടായിരുന്നു. പിന്നെ റബ്ബറിന്റെ അത് നമ്മുടെ ഇവർക്കറിയാം, ഇവർക്കറിയാൻ വഴിയില്ല. അതായത് നമ്മുടെ റബ്ബറും പൊട്ടി ഒരു കായാണ്, അത് പൊട്ടി ഒരു കുരു വരും. അതിന്റെ ആ കുരു ചുരണ്ടി ചൂട് വരുമ്പം ദേഹത്ത് പൊള്ളിക്കുന്ന അതൊക്കെ ഞാൻ അല്ല. അപ്പൊ ഈ രാഹുലിനെ 2K അല്ല 90s അല്ല, അതിനിടയ്ക്ക് വരും. നമ്മളെ തീപ്പെട്ടിയുടെ മറ്റേ ഫോട്ടോ ഒരു കളത്തിലിട്ടിട്ട് നമ്മള് ഒരു ലൈനുണ്ട്. ആ ലൈനിന്റെ ബാക്ക് ചെയ്തിട്ട് നമ്മള് ചെരുപ്പറിയും എത്ര ചീട്ട് പുറത്ത് പോകും ആ ചീട്ട് നമുക്കുള്ളതാ. അങ്ങനെ അന്ന് വെച്ചാൽ ആ സമയത്ത് എന്ന് പറഞ്ഞാല് അത് ഭയങ്കര ഹര കളിയാ. തീപ്പെട്ടി കൂടും. നമ്മുടെ വീട്ടിലൊക്കെ ഒരു തീപ്പെട്ടി വെക്കുവാങ്കില്ലയോ, തീപ്പെട്ടി തീരാൻ വേണ്ടി കാത്തിരിക്കും, ആ കവർ ഇരിക്കാൻ വേണ്ടി. സ്കൂളിൽ കളിക്കുന്നതല്ല, എന്നാലും ശരി, പുറത്തായാലും ശരി, നമ്മുടെ കൂട്ടുകാർ മറ്റേ വീടിനടുത്തായാലും ഉണ്ടെങ്കിൽ ശരി. വണ്ടികളുടെ ടയറുണ്ട്, സൈക്കിളിന്റെ ടയറാണ് മെയിനായിട്ട്. അത് ഓടിക്കും. ടയർ കമ്പ് വെച്ച് അടിച്ചാണ് കടയിലൊക്കെ. പിന്നെ വേറെ സംഭവം പറയാം, സിനിമയുടെ പോസ്റ്റർ അത് ഞാനൊരു ബുക്കില് മൊത്തം നിറച്ചു വെച്ചിട്ടുണ്ട്. നമ്മളത് സൂക്ഷിച്ചു വെക്കും. ആ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അന്നേരം ആ ഇറങ്ങി. ഇപ്പോഴൊന്നും അതില്ലല്ലേ, ഇപ്പൊ എല്ലാ സോഷ്യൽ മീഡിയയും എല്ലാം ആയതുകൊണ്ട് ആ ഒരു സത്യം പറഞ്ഞാൽ ഇപ്പൊ ജീവിക്കുന്ന ചെറുപ്പക്കാർക്കാണ് ശരി, അതിന്റെ ഒരു കാലഘട്ടം, അതിന്റെ ഒരു രസം ആരും അനുഭവിച്ചിട്ടില്ല. ഗോലികളി ഇപ്പൊ കാണാനുണ്ടോ? എന്തിനാ നമ്മളെ ഒരു തോർത്ത് ഇങ്ങനെ ആരുമില്ലെങ്കിൽ ഒരു തോർത്ത് കഴുത്തേക്കട കെട്ടി വയലിൽ പോയി മീൻ പിടിക്കും, ഒറ്റയ്ക്ക് മീൻ പിടിക്കും. ആ മീനെ കൊണ്ട് വളർത്തുകയും ചെയ്യും, ഒരു കുപ്പിയിൽ ഇടുകയും ചെയ്യും. മണ്ണിപ്പത്തി. ഈ മീനൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയത്തില്ല. വേറെ സംഭവം ഉണ്ട് ഇതിനകത്ത്, പറഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പൊ നമ്മള് മീനെ ഇന്ന് പിടിക്കും, നാളെ വൈകിട്ട് ആകുമ്പോൾ മരിക്കുകയും ചെയ്യും. നമ്മളിട്ട് തീറ്റ നമ്മള് പാവപ്പെട്ടവരായിട്ട് നമ്മള് കഴിക്കുന്ന ഒരു ചോറിട്ട് കൊടുക്കും. ആ ചോറ് നല്ലോണം അത് കഴിക്കുകയും ചെയ്യും. പിറ്റേന്നാകുമ്പോൾ അത് മരിച്ച് ഡെഡായിട്ട് മേളിൽ കിടക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഒരുപാട് വിഷമമായി. അങ്ങനെ ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് കിള്ളു വരയിന്ന് പിടിച്ച 3-4 മീൻ എന്നെ ചതിച്ചു. അതെല്ലാം ചത്ത് മേളിൽ പൊങ്ങി. നിങ്ങൾ 2K കിഡ്സിനകത്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തോർത്തിട്ട് മീനെ പിടിച്ചു പോകും. പക്ഷെ കൈയും കൊണ്ട് മീനെടുക്കല്ലേ. മീൻ്റെ ഈ സൈഡിൽ ഒരു ചുവപ്പ് നിറമായി കഴിഞ്ഞാല് ആ മീൻ ചത്തു. ആ ചുവപ്പ് നിറമായി കൈയും കൊണ്ട് മീനെ പിടിക്കല്ലേ, തോർത്തി മീനെ പിടിച്ചോ. എന്നാലും ആരും ചെയ്യില്ല. എന്നാലും ആരും വയലിൽ പോയി മീനെ പിടിക്കണ്ട, അത് വയലിൽ തന്നെ വളരട്ടെ. വയലിലെ വെള്ളത്തിൽ ആരൊക്കെ കുളിച്ചിട്ടുണ്ട്? തോട്ടിലെ വെള്ളത്തിൽ അവിടെ കിണറ് വിളിച്ചിട്ടുണ്ട്. എത്ര ആളുണ്ട് നമ്മുടെ മുട്ട പോലും മുങ്ങത്തില്ല. വാഴപ്പിണ്ടി നടുക്കോട് ഇട്ട് വെള്ളം തടഞ്ഞു നിർത്തി മണലൊക്കെ വാരിയിട്ട് വെള്ളം തടഞ്ഞിട്ട് വെള്ളം നിറഞ്ഞിട്ട് അതിനകത്ത് കുളിച്ചിട്ടുണ്ട്. ചൂണ്ടക്കകത്ത് ചോറിട്ട് പിടിച്ചിട്ടുണ്ടോ? ചൂണ്ടക്കകത്ത് ചോറിടും. നമ്മള് എല്ലാരും മീനെ പിടിക്കും. ചോറ് കുത്തി വെച്ചിട്ട് അത് ഇങ്ങനെ ഇടും.
മീൻ ഇപ്പൊ വീഴും. അങ്ങനെയുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാല് ഈ 90 കിഡ്സ് എല്ലാം ജീവിച്ച അങ്ങനെ. പറങ്ങാണ്ടി പോയി പറക്കി വിൽക്കുക, പറങ്ങാണ്ട് പഠിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ റബ്ബറും കുരു തല്ലി പൊട്ടിച്ചിട്ട് അതിനകത്തുള്ള വെള്ളം വിൽക്കുക. ഇപ്പോഴൊന്നും ഒരു കടയിൽ പോലും ആരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ. ഇപ്പൊ ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, മുന്തിരിക്കുണ്ട്, എല്ലാം ഉണ്ട്. ഈ ഈ കാണുന്ന ആരെങ്കിലും പറങ്ങാണ്ടിപ്പഴം കഴിച്ചിട്ടുണ്ടോ? അല്ല, 90 കിഡ്സ് ആകെ കഴിച്ചു കാണും, എന്നെ പോലെ. ഇപ്പോഴത്തെ പിള്ളേർ ആരെങ്കിലും ഈ പറങ്ങാണ്ടിപ്പഴം കഴിച്ചിട്ടുണ്ടോ? ആരും കഴിച്ചു കാണത്തില്ല. ആഞ്ഞിലി ചക്ക, ആ സമയത്ത് ആഞ്ഞിലി ചക്ക ഇതുപോലെ തറ പോയി തിന്നുമായിരുന്നു. ആഞ്ഞിലി ചക്ക ഈ വന്ന കാലത്ത് കിട്ടാനും പാടാം. ഇപ്പൊ കാണുന്നില്ല, കാണുന്ന പോലും ഇല്ല. അതിന്റെ കുരു വരെ അടുപ്പിലിട്ട് ചുട്ട് നമ്മള് 90 കിഡ്സ് ഇപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ജനറേഷനകത്ത് 2K കിഡ്സ് എന്ന് പറഞ്ഞാൽ താണ്ടെ തലയിലെ കൈയും കൊടുത്തിരിക്കുക. അതാണ് ഇപ്പോഴത്തെ ഫോണിന് അടിക്കുക. ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക, ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. സമയമില്ല അവന്, ഇല്ല, ഒന്നും പറയാൻ സമയമില്ല. ഫേസ്ബുക്ക് ഇല്ലെന്ന് തോന്നിപ്പോ, പണ്ടാ ഫേസ്ബുക്ക് ഉള്ളത്. ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ ട്വിറ്ററോ എന്തോ ഒക്കെ വാങ്ങാത്ത ഇങ്ങനെ എല്ലാം 90 കിഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ചീറ്റിങ്, ഇത് തന്നെ പരിപാടി. പണ്ട് ഞങ്ങളുടെ ടി വി ഇല്ല, ഞങ്ങളുടെ വീട്ടിലില്ല. ചിത്രഗീതം കാണാൻ പോകും. ഞാൻ പറയാം, ശക്തിമാൻ ചിത്രഗീതം. അന്ന് വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ദൂരദർശൻ മാത്രമേ ദൂരദർശനുള്ളൂ. അന്ന് അതിനകത്ത് ഞായറാഴ്ച മാത്രം 4 മണിക്ക് ഒരു പടയേ ഉള്ളൂ. വെള്ളിയാഴ്ച ചിത്രഗീതം ഉണ്ട്, അത് കാണാൻ പോകുമായിരുന്നു. 4 മണിക്ക് ഞായറാഴ്ച. ഇപ്പൊ ദേവികത്ത് ഏഷ്യാറ്റ് മൂവീസ്, സൂര്യ മൂവീസ്, മഴവിൽ മനോരമ മൂവീസ്, എല്ലാം എത്ര മൂവീസ് ഇപ്പൊ ഉള്ളത്. അതുപോലെ തന്നെയാണ് വെള്ളിയാഴ്ചോറും ബാലരമ, ബാലഭൂമി, ബാലമംഗളം. ഇതൊക്കെ ആരെങ്കിലും ഇപ്പൊ മേടിക്കുന്നു? ഇതൊക്കെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആരെങ്കിലും മേടിക്കുന്നുണ്ടോ? ഈ 5 അന്നൊക്കെ 5 രൂപ 7 രൂപ ഇതായിരുന്നു. ഇന്നൊക്കെ ഇപ്പൊ 25 രൂപയ്ക്ക് ബാലൻ വരുന്ന വെള്ളിയാഴ്ച അതിനകത്ത് ഒരു ഗിഫ്റ്റും കിട്ടും. അതുപോലെ നമ്മുടെ പൈസ മുട്ടായി 25 പൈസ 50 പൈസ 25 50 ഒരു കിട്ടുന്നവർക്ക് പൈസ മുട്ടായിക്കകത്ത് 25 പൈസ 50 പൈസ കിട്ടും. 1 രൂപ കിട്ടുന്നവരെന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ ലോട്ടറി 70 ലക്ഷം അടിക്കത്തില്ലേ, അതേപോലുള്ള ആൾക്കാരാ. 1 രൂപ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇന്നത്തെ കാലത്ത് 70 ലക്ഷം രൂപ ലോട്ടറി അടിക്കുന്ന അതേപോലെയാണ് അന്ന് പൈസ മുട്ടായിക്കകത്ത് 1 രൂപ കിട്ടുന്നത്. കപ്പലിന്റെ മുട്ടായി, തേമുട്ടായി, പിന്നെ വേറെ ഗ്യാസ് മുട്ടായി, പിന്നെ വേറെ അന്നൊന്നും വില പോവാത്ത ഒന്നേ ഉള്ളു. ഇത് സംഭവം ഒരു കാര്യം പറയട്ടെ, അളവ് പറഞ്ഞു. അന്നത്തെ ബൂമർ എന്ന് പറഞ്ഞ കേസ് ഇത്രയുള്ള ബൂമർ ഇന്ന് 1 രൂപ കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാരും സ്ക്രീൻ നോക്കിയോ. പോപ്പിൻസ് മുട്ടായി 2 രൂപ, അന്ന് എന്നും 2 രൂപ ഉള്ളു. പക്ഷെ 2 രൂപ ഉള്ളു. അന്നത്തെ പോപ്പിൻസ് 2 രൂപയുടെ പോപ്പിൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട്. ഇന്നത്തെ പോപ്പിൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതാണ് വ്യത്യാസം. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തുവാ 5G വന്നു. 5G എയർടെൽ 5G ഫ്രീ എന്നൊക്കെ പറയുന്നു. 249 പേരൊക്കെ അൺലിമിറ്റഡ് പറയുന്നു. അന്നൊക്കെ നമ്മൾ കാർഡ് ചുരണ്ടി ഇടും നമ്മള് 15 രൂപ. അല്ല, അതിനകത്ത് വേറെ കാര്യം പറയുന്നത്, നമ്മള് ഈ 90 കിഡ്സിലെ നമ്മള് ഇപ്പൊ ഇവിടെ ഇരുന്നൊരു വീഡിയോ ഉണ്ടെങ്കില് അവര് പറയാനുള്ള കപ്പാസിറ്റി ഇല്ല. നമ്മള് പഴയ കപ്പയും ചീനിയും ചേമ്പും കഴിച്ചോണ്ട് നമ്മൾ ആക്റ്റീവാ. ഇവനൊക്കെ മന്തി ഇല്ലയോ, മന്തിയുടെ ആൾക്കാരാ. മന്തി കഴിച്ചാൽ മന്തി കഴിക്കാൻ പറ്റും കേട്ടോ. എനിക്കിഷ്ടം ചേമ്പും ചേനയാ. ഇവർക്ക് ബദ്ധിയാ കേസ്, ഇവർക്ക് ബദ്ധിയാ. മന്തിയുടെ ആൾക്കാരാ. ആണോ? വേറെ ചേമ്പ് ചേനടാ പറയണ. അത് പുഴുകി കുറച്ച് മുടക്കെ ഉടച്ച്. ഗേസ് അവന് UK പോകുന്ന ആളാ. അവന് ചേമ്പ് ചേന ഇതാ. ഇറക്കാൻ പോകുന്നില്ല. ട്യൂഷൻ പഠിക്കുമ്പോ സൈക്കിളിൽ പോകുന്ന കാര്യം. ഇന്ന് ട്യൂഷന് ഇന്ന് ബൈക്കാ. അതിനകത്ത് പളം കിടുക, എല്ലാത്തിനും പളം കിടുക. ഇല്ല, ആരോ ചിഹ്നം ഇടുക, മനസ്സിലായോ? അനുസരിച്ച്
അന്ന് മോഡിഫിക്കേഷൻ അന്ന് എന്തുവാ നമ്മുടെ ഫ്രണ്ടിൽ വരെ ദൈവത്തിന്റെ പടമൊക്കെ വെച്ച് മാലയെ കെട്ടിയിട്ടാ പോകുന്നത്. അത്രയ്ക്ക് ആരാധിച്ച ആ സൈക്കിൾ ഓടിച്ചോണ്ട് അതിന്റെ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യുക, തീപ്പെട്ടി കൂടെ വെച്ച് വണ്ടികൾ വണ്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ലോറി ഉണ്ടാക്കുക, ട്രാക്ടർ ഉണ്ടാക്കുക, ചെരുപ്പിന്റെ ഇത് വെച്ചിട്ട് ടയർ ഉണ്ടാക്കുക. അതാ തീപ്പെട്ടി കൂടിനകത്തായിരുന്നു. ഈ തീപ്പെട്ടി കൂടെ വെച്ച് വണ്ടി ഉണ്ടാക്കിയിട്ട് അതിന് ചെരുപ്പ് വെട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് വണ്ടി ഓടിക്കുക. വണ്ടി ഓടിക്കുക, കാല് വെച്ച് റോഡ് പണി. അന്ന് ചറില്ല, അന്ന് ഈ ഇപ്പൊ പറഞ്ഞ കോൺക്രീറ്റ് റോഡോ ഒന്നും അല്ല. ഇന്നൊക്കെ മണ്ണ് റോഡിനകത്ത് കാല് വെച്ച് ചരല് മാറ്റി റോഡ് പണിഞ്ഞ് അതിലേക്കൂടെ നൂല് വെച്ച് കെട്ടി ഓടിക്കുക. അതൊക്കെ ഒരു നൊസ്റ്റാൾജിയ ആദ്യം പറഞ്ഞാല്. അതുപോലെ തന്നെ മറ്റേ ചെരുപ്പിന്റെ ടയർ ഉണ്ടാക്കിയിട്ട് അല്ല മണല് വെട്ടി അന്ന് ലൂണാറിന്റെ ചെരുപ്പാ. കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡ് ടയറാക്കും. ടയറാക്കിയിട്ട് അത് എപ്പോഴും ഓടിക്കത്തില്ല. എന്താ പറയുമ്പോ ടയർ തേഞ്ഞാലോ. അതുപോലെ കപ്പത്തണ്ടിൽ ഓണക്കുഴൽ ഉണ്ടാക്കുക. അതുപോലെ ഓലക്കാലിനകത്ത് ചീനിയുടെ ഇതിനകത്ത് മാല ഉണ്ടാക്കുക. ഓലക്കാലിനകത്ത് വാച്ച് കെട്ടുക. വാച്ചല്ല, അതുപോലെ ഒരുപാടുണ്ട്, ഒത്തിരി സാധനങ്ങളുണ്ട്. ബാളുണ്ടാക്കുന്നുണ്ട് ഓലക്കകത്ത്. അതുപോലെ തത്തമ്മയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതെനിക്ക് ഗൈസ്. അപ്പം നമ്മള് പറഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാടുണ്ട് പറയാനാണെങ്കിൽ തീരത്തേ ഇല്ല. പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ ചെറിയ കാര്യങ്ങൾ പറയാനേ ഉള്ളൂ. ആലോചിച്ച് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ ജീവിച്ച രീതി എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പറയാനും വേണ്ടിയുണ്ട്. ഒരു നൊസ്റ്റാൾജി എടുത്ത് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. ഈ വീഡിയോ ഞാന് രാഹുല്, ഇപ്പൊ മറ്റേ രാഹുൽ ഉണ്ടായിരുന്നു, അത് പോയി പുറത്തോട്ട് പോയി. അപ്പം ഈ വീഡിയോ കാണുന്നവര് എല്ലാവരും ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഇനിയും പുതിയ വീഡിയോകളായിട്ട് വരാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.